നാട്ടടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് റവ കേസരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് ക്യാരറ്റ് ചെറുതായി നുറുക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ക്യാരറ്റാണ്. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട്, 1 സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്, 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി ഇതേ കപ്പിന് 2.5 കപ്പ് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ചിട്ടായിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക, നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് വെക്കാം. ക്യാരറ്റ് ഒന്ന് ഫ്രൈ ആയി വെക്കാം. ഒന്ന് വാടിയാൽ മതി. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച റവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വറുത്തെടുക്കാം. 1 സ്പൂണും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇതായിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ വേറി കിടക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച എള്ള് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തളിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയാക്കണം ഒഴിക്കുന്ന സമയത്ത്. ഇതിന് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടി. ഇത് നന്നായി വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇതിൽ 1 സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായി ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മളെ റവ കേസരി റെഡിയായി. പഞ്ചസാര കുറച്ചുകൂടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് 1 സ്പൂണും കൂടി ഉപയോഗിച്ചിന്. മധുരം കുറച്ച് കുറവേനു. ഞാൻ തീ ഓഫ് ആക്കാം. ഇത് നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.